എന്ത് പറ്റിയടാ? നീ വീണ്ടും സീതയെ മിസ് ചെയ്തിട്ടുണ്ടാവും. എനിക്കിപ്പോ നിങ്ങളെയാ സംശയം. ഈശ്വര, ഇത്രയും നേരം ഞാൻ നിന്റെ കൂടെ ആയിരുന്നില്ലേ? ചായ എടുക്കാൻ വേണ്ടി പോയതാടാ. ഓ, എന്നോട് ക്ഷമിക്കൂ വിജയബാബു സാറേ. ഇപ്പൊ തന്നെ ഈ ചായയിലെ വിഷം ചേർത്താലെന്ന് ഞാൻ ആലോചിക്കുന്നു. ഈ സീതയുടെ കൂടെ ഉള്ളത് ആരാ? ഞാനൊരു പ്ലാൻ ചെയ്യുമ്പോ അതിനേക്കാളും വലിയ പ്ലാൻ അവൻ ചെയ്യുന്നു. നീ സീതയ്ക്ക് ഭർത്താവാൻ നോക്കുമ്പോ അവള് നിനക്കൊരു ഭർത്താവിനെ കൊണ്ടുവരിക. നിങ്ങള് ചായ കുടിക്കേ. ഞാൻ നിർത്തി. ഐ ലവ് യു ജയബാബു സാറേ. നെക്സ്റ്റ് എവിടെയാണ് മാഡം? സീത, ചക്ര നിന്നോട് ചോദിക്കുന്നു നെക്സ്റ്റ് എങ്ങോട്ടാണെന്ന്. ഒന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ചത്തൊന്നും പോവില്ലല്ലോ. അങ്ങനെ ചെയ്താൽ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവും സീത. കിഡ്നിയിലല്ലടാ കല്ല്. വലിയൊരു കല്ലെടുത്ത് നിന്റെ തലമുണ്ടക്കിട്ട് അടിക്കും ഞാൻ. അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിൽ നിനക്കെന്താ? അവനെ ലയ്യർന്ന് വിളിച്ചതുകൊണ്ടാണ് അവന് ദേഷ്യം വന്നത്. എന്റെ പണി എന്തായാലും കഴിഞ്ഞു. നീ എൻജോയ് ചെയ്യല്ലേ എന്നെ ടോർച്ചർ ചെയ്തോണ്ട്. കറക്റ്റ് സീത. കറക്റ്റോ? എന്താണ് ചക്കരെ? ആ അങ്കിൾ ലോയർ അല്ല, ലയറാണ്. നീ വേണമെന്ന് വെച്ച് എന്നെ വട്ടുപിടിപ്പിക്കുന്നെന്ന് എനിക്കറിയാം. സ്വത്ത് മുഴുവൻ എന്റെ കയ്യിൽ വരാതിരുന്ന പിന്നെ ഞാൻ നിന്റെ റൂട്ടിലേക്ക് വന്ന് നിന്നെ കല്യാണം കഴിക്കുന്ന വിചാരിച്ചിട്ടല്ലേ? നെവർ. കൊന്നാൽ അത് നടക്കില്ല. സമയം 3 പെട്ടെന്ന് സൈൻ ചെയ്യാം. ഓ ഞാനിടില്ല. എന്തുകൊണ്ടിടില്ല? അമ്മാവൻ ഇതൊന്നും പറഞ്ഞില്ല. വേറെ എന്താ പറഞ്ഞേ? ഞാൻ നിന്നെ നോയിക്കോണം, നീ എന്നെ നോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ തന്നെയല്ലേ പറയുന്നേ. ഒപ്പിട്. ഞാനിടില്ല. അതെന്താ പറ്റാത്ത? അമ്മാവൻ എന്നോട് പറഞ്ഞില്ല, ഞാൻ ഇടില്ല. ഓ സീതയ്ക്ക് ദേഷ്യം വരുന്നു. ഡീപ് ബ്രെത്ത് എടുത്തിട്ട് 10 വരെ എണ്ണിയാൽ മതി. ദേഷ്യം പമ്പ കിടക്കും. വിജയ് ബാബു സാർ, ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ആള് നിങ്ങളാ. പോകുന്ന വഴിക്ക് സാരി, വള, പൊട്ട് ഇതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അതൊക്കെ എന്തിനാ ഇപ്പോഴേ? ഇപ്പൊ സമയം 3:30 ഇനി 1.5 മണിക്കൂറോട് കഴിഞ്ഞാൽ എനിക്കും സീതയ്ക്കും ആദ്യരാത്രിയല്ലേ. ഇതിനൊക്കെ എന്തിനാ വേസ്റ്റ് ആയിട്ട് സാരി മേടിക്കുന്നേ? ഓഫ് ചെയ്യാൻ ലൈറ്റ്, കുടിക്കാൻ പാല്, കഴിക്കാൻ സാരി ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ആചാരപ്രകാരം ആദ്യരാത്രി ആവുകയുള്ളൂ. നിങ്ങളൊന്ന് വാ. എന്റെ റാമിന്റെ കല്യാണോ? ഇപ്പൊ തന്നെ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യ. വിവാഹത്തിനായി താലി എടുത്തോളൂ. ഒരു മിനിറ്റ്. മാഡം കോൾ ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ? ആണോ? എപ്പോ? നിങ്ങളല്ലേ മാം ഷാർപ്പ് 4 o'clock കോൾ ചെയ്യാൻ ഗോഡ്, ഇപ്പൊ എന്താ ചെയ്യാ? എന്റെ ഈശ്വര, ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് പറ്റി സീത? എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നോണ്ടിരിക്കുക. നീ ഒപ്പിടാൻ തയ്യാറല്ല. അവിടെ എനിക്ക് പൈസ കിട്ടിയാൽ മതിയാവും. ഞാനൊക്കെ പ്രശ്നത്തില്ല. വേണ്ട സീത, നീ കരയാൻ പാടില്ല. ഞാൻ ഒപ്പിടാൻ സീത. നീ ഇവിടെ തന്നെ നിക്ക്. ഞാൻ ഇപ്പൊ തന്നെ ബാങ്കിലേക്ക് ചെന്ന് ആ പൈസ മുഴുവൻ അടച്ചേക്കാം. ഞാൻ തിരിച്ചു വന്നേക്കാം. ഓക്കെ, നമുക്ക് കല്യാണം കഴിക്കാം. സത്യമായിട്ടും ആ ദൈവത്തിന്റെ മേൽ സത്യം ചെയ്യാം. നമ്മുടെ കല്യാണം ഉറപ്പായിട്ടും നടക്കും. എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടി എടുക്ക്. സമയാവുന്നില്ല.
സൈൻ ചെയ്ത ഡോക്യുമെന്റ്സാ. എന്തൊക്കെ ചെയ്യണോ പെട്ടെന്നാവട്ടെ. കുറച്ച് സമയം വേണം, നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യും. അടിച്ച് സാധനം തന്നെ അടിച്ചടിച്ച് ബോറടിച്ചു. ഹലോ അനിയ, എന്താ ഇവിടെ ഇരിക്കുന്നത്? സീത ബാങ്കിലേക്ക് പോയിരിക്കുക. വന്ന ഉടനെ ഞങ്ങളുടെ കല്യാണമാ, അതുകൊണ്ടായിരിക്കുന്നേ. ഓ, കയ്യിലിരിക്കുന്നത് താലിയാ? അതെ ചേട്ടാ. സ്വർണ്ണ? ഓ, അതെനിക്കറിയില്ല. അയ്യോ, എന്റെ പെണ്ണിനും ഇതുപോലെ ഒരെണ്ണം ഉണ്ട്. ഓ, ആണോ? പക്ഷെ മിനിഞ്ഞാന്ന് മാർക്കറ്റിൽ നിന്ന് ഒരുത്തൻ അടിച്ചോണ്ട് പോയി. ഓ ഓ, നീയാണോടാ കള്ളൻ? നീ ഇവിടെ നിൽക്ക്, നീ വാ. ചിരിക്കല്ലേ അനിയ, നീയല്ലേ അടിച്ചു മാറ്റിയത്? ഞാനല്ല, ഇതെന്റെ അമ്മായിയുടേതാണ്. ഏത് അമ്മായിയുടെ? വരുന്നുണ്ടാവും, ഞങ്ങളുടെ കല്യാണമാണ്. നിന്റെ കല്യാണം ഞാൻ നടത്തി തരാവടാ. അവന് വേണ്ടി ഇത്രയും ചീപ്പായ സാരി കിട്ടി വന്നു. ശ്ശേ. സീതയെ പിടിച്ചു വരുത്തി ഞാൻ നിന്റെ കല്യാണം നടത്തണം. സീതയെ മോളെ എവിടെയാ നീ? വാ വാ വാ. എന്ത് പറ്റി മോനെ? ടയറിനടിപ്പെട്ട എലിയുടെ മോന്ത പോലെ ഉണ്ടല്ലോ. അവൾക്ക് പണം കിട്ടുന്നുണ്ട്, അവള് ബാങ്കിലുണ്ട്. സമാധാനം, ഇപ്പോഴാ ശ്വാസം വീണത്. ഞാൻ അവളെ വിടുന്നല്ലേ? നീ നന്നാവൂല. സീത എത്ര? സീത കൊടുക്കണ. സീതയും വരട്ടെ. നമ്മൾ രാമിനെ അവിടെ തനിച്ചു വിട്ടിട്ട് വന്നിരിക്കുക. എനിക്ക് എന്റെ പൈസയാണ് അത്യാവശ്യം. അവൻ ചത്ത എനിക്കെന്താ? സീത ബാങ്കിലുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ പോണം. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആരോടാ ആരോടാ ആരോടാണ് പറഞ്ഞത്? ഗെയിം നന്നായിട്ടുണ്ട്. കുറച്ചു നേരം എൻജോയ് ചെയ്തിട്ട് ഞാൻ പറയാം. നിങ്ങൾ വെയിറ്റ് ചെയ്ത് സീത, നീ എവിടെയാ ഉള്ളത്? വാ സീത. മാനേജർ സാർ വിളിക്കുന്നു. ഹായ്. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആ, ആയിട്ട് I know. ഇവിടെ ഒന്ന് സൈൻ ചെയ്യും. പൈസ ഞങ്ങൾ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യും. താങ്ക് യു. നിങ്ങളുടെ പേര്? സീത. എത്ര പ്രാവശ്യം പറയണം? മുഴുവൻ പേര്? വി സീത മഹാലക്ഷ്മി. നിങ്ങളുടെ ഐ ഡി കാർഡ് ഒന്ന് കാണിക്കും പ്ലീസ്. നിങ്ങളുടെ അച്ഛന്റെ വിൽപത്ര പ്രകാരം എം സീത മഹാലക്ഷ്മി എന്ന പേരുണ്ടെങ്കിൽ പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. മരിച്ചുപോയ എന്റെ അച്ഛന്റെ പേരെന്തിനാ? റാം സൈൻ ചെയ്തിട്ടില്ലേ? നിങ്ങളാണ് എം സീത മഹാലക്ഷ്മി, അതായത് മധുരവാഡ സീത മഹാലക്ഷ്മി, വൈഫ് ഓഫ് മധുരവാഡ രഘുറാം. ഈ പ്രൂഫ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ ബാങ്ക് റൂൾസ്. അല്ലാതെ ഞാൻ റാമിനെ കെട്ടണമെന്ന് നിങ്ങളുടെ ബാങ്ക് റൂൾസിലുണ്ടോ? നിങ്ങൾ ബാങ്കാണോ റൺ ചെയ്യുന്നത് അതോ വല്ല ബ്രോക്കർ ജോലിയാണോ ചെയ്യുന്നത്? സംസാരിക്കണം പ്ലീസ്. ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ. അവസാനമായിട്ട് ചോദിക്കുക, മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ? ചെയ്യാൻ പറ്റില്ല. സർ, മാം പ്ലീസ്. നിങ്ങൾ ബാങ്ക് ഞാൻ കത്തിച്ച് കളയും. ബാങ്കിൽ കിടന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായി ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. പോലീസ് അല്ല, ഏത് കൊമ്പനെ വേണമെങ്കിലും വിളിക്ക്. എന്റെ പൈസ കിട്ടാതെ ഞാൻ ഇവിടെ അനങ്ങില്ല. നോ. ഏയ്, ഇത് എന്റെ പൈസയാ. എല്ലാരും കൂടി ചേർന്ന് സീതയെ കോർണർ ചെയ്യാ. എന്റെ അച്ഛൻ, എന്റെ ലോയർ, ഈ ബാങ്ക് റാസ്കൽസ് എല്ലാവരും. ആ, വിളിക്കടാ, വിളിക്ക്. പോമോ?